അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരോടും വല്ലാതെ കരുണ തോന്നുന്നൊരു ദിവസമുണ്ട്. അതേ കോടിക്കണക്കിന് ആളുകൾക്ക് ഔദാര്യമായി നരകമോചനം കൊടുക്കുന്നൊരു ദിവസമുണ്ട്. 10,000 ലക്ഷമല്ല കോടാനകോടി ആളുകൾക്ക് ഔദാര്യമായി സ്വർഗം കൊടുക്കുന്നൊരു ദിവസമുണ്ട്. അതേത് ദിവസമാണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. റമളാൻ ശരീഫിന്റെ അവസാനത്തെ രാത്രിയിൽ, അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികളിൽ നമ്മൾ പ്രതീക്ഷയോടെ ഹയാത്താക്കുന്ന ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദറിന്റെ ദിവസം അല്ലാഹ് എത്ര കള്ളുകുടി എനിക്ക് മാപ്പ് കൊടുക്കുന്നുണ്ട്, എത്ര വ്യഭിചാരം ചെയ്തവനിക്ക് അല്ലാഹ് മാപ്പ് കൊടുക്കുന്നുണ്ട്, കൊലപാതകം നടത്തിയവൻ അല്ലാഹ് മാപ്പ് കൊടുക്കുന്നുണ്ട്. അതേ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഒരു പതാക കൊടുത്തിട്ട് നാടായ നാടുകളിൽ മുഴുവനും, പള്ളികളാകുന്ന പള്ളികൾ മുഴുവനും കോടാനകോടി മലക്കുകളെ കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാം കയറിയിറങ്ങുന്ന രാത്രിയാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക. അതേ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ സുബ്ഹി വരെ മലക്കുകളെല്ലാ വീടുകളിലും കയറിയിറങ്ങുന്നു, പള്ളികളിൽ കയറിയിറങ്ങുന്നു. അല്ലാഹുവിന്റെ വക്കലിൽ നിന്ന് മാപ്പ് കിട്ടിയ ആളുകളെ ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫഹത്ത് ചെയ്യുന്നു, അതേ ആശംസകൾ അർപ്പിക്കുന്നു. പക്ഷേ 3 കൂട്ടർക്ക് ഇല്ല. രാത്രി നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. 3 കൂട്ടരെ. മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്ന, മാതാപിതാക്കളെ മൈൻഡ് ചെയ്യാത്ത, മാതാപിതാക്കളെ അതാ മാറ്റി നിർത്തി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭാര്യമാരുടെ തലയണ മന്ദിരത്തിന് അടിമപ്പെട്ടുകൊണ്ട് അതാ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യാത്ത മനുഷ്യ, ലൈലത്തുൽ ഖദ്റിൽ വരെ നിനക്ക് മാപ്പില്ലടാ. അതിനപ്പുറത്ത് വേറെ ഒരു വിഷയം പറയേണ്ടതുണ്ടോ? ഞാൻ ആ വിഷയം ഇവിടെ എൻഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കൂട്ടരാരാണ്? അവര് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ ബന്ധപ്പെടുന്നവരാണ്. നന്നായി ഈമാനിന്റെ വെളിച്ചം ഹൃദയത്തിലുള്ള മനുഷ്യ ആലോചിക്കണേ. രണ്ടാമത്തെ മനുഷ്യനെ ആരാണെന്നറിയോ? ഖാതിഉർ റഹിമീ. ചാർച്ച ബന്ധം മുറിച്ചയാൾ, കുടുംബ ബന്ധം മുറിച്ചവൻ. എന്തിന്റെ പേരിലാണെങ്കിലും തിരക്കടില്ല. ന്യായം പറയാൻ ചിലപ്പോൾ ഒരാൾ ഇഷ്ടപ്പെടാത്ത മറ്റ് സംഘടനയിൽ പോയതിന്റെ പേരില്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരില്, എനിക്ക് അവൻ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോ വോട്ട് തന്നില്ല, എന്റെ പാർട്ടിക്കാർക്ക് വോട്ട് തന്നില്ല, അല്ലെങ്കിൽ എന്റെ സംഘടനയിൽ അവൻ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ ഇവിടെ കുടുംബ ബന്ധം മുറിക്കപ്പെട്ടവനാരാണോ? ലൈലത്തുൽ ഖദ്റിൽ പോലും മാപ്പില്ല മനുഷ്യ.